ഭൂമിയുടെ ആവരണമായി ഒരു പുതപ്പ് പോലെ നിലകൊള്ളുന്ന വായുമണ്ഡലമാണ് അന്തരീക്ഷം. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ് അന്തരീക്ഷത്തെ ഭൂമിയിലേക്ക് ചേർത്ത് നിർത്തുന്നത്. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലകണികകൾ എന്നിവയാണ് അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ. അന്തരീക്ഷത്തിലുള്ള പ്രധാനപ്പെട്ട വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നൈട്രജൻ 78.08% ആണ്. ഓക്സിജൻ 20.95%, ആർഗൺ 0.93%, കാർബൺ ഡയോക്സൈഡ് 0.04%, ഓസോൺ 0.01, നിയോൺ 0.002%, ഹീലിയം 0.0005%, ക്രിപ്റ്റോൺ 0.0001%. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് നൈട്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഹീലിയമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്ന ലോഹമോ? അത് അലുമിനിയമാണ്. അന്തരീക്ഷത്തിലെ ജലകണികകൾ അഥവാ നീരാവി മേഘരൂപീകരണത്തിനും മഴയ്ക്കും സഹായകരമാകുന്നു. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളോ? നീരാവി തണുക്കുന്നതിന് കാരണമാകുന്ന ഘനീകരണ മർമ്മമായി നിലകൊള്ളുന്നു. അന്തരീക്ഷത്തെ ലംബതലത്തിൽ പ്രധാനമായും നമുക്ക് രണ്ടായി തരംതിരിക്കാം. ആദ്യം ഹോമോസ്ഫിയർ. ഏകദേശം 0 മുതൽ 90 കിലോമീറ്റർ വരെയുള്ള ഉയരമാണ് ഈ മേഖലയിലുള്ളത്. ഈ ഭാഗം വരെ അന്തരീക്ഷത്തിൽ വാതക ചേരുവ ഏറെക്കുറെ ഒരേപോലെയാണ്. നെക്സ്റ്റ് ഹെറ്റിറോസ്ഫിയർ. ഭൂമിയിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗമാണ്. ഈ ഭാഗത്ത് വാതക ചേരുവയിൽ ഐക്യരൂപമില്ല. നമുക്ക് അന്തരീക്ഷത്തെ പല പാളികളായി തിരിക്കാം. ഒന്നാമത്തത് ട്രോപ്പോസ്ഫിയർ, 2 സ്ട്രാറ്റോസ്ഫിയർ, 3 മീസോസ്ഫിയർ, 4 തെർമോസ്ഫിയർ, 5 എക്സോസ്ഫിയർ. ഇനി നമുക്ക് ട്രോപ്പോസ്ഫിയർ എന്താണെന്ന് നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തോട്ട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ്. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. ധ്രുവപ്രദേശത്ത് 8 കിലോമീറ്റർ വരെയും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ വരെയും ട്രോപ്പോസ്ഫിയർ വ്യാപിച്ചു കിടക്കുന്നു. ട്രോപ്പോസ്ഫിയറിൻ്റെ ശരാശരി ഉയരം 13 കിലോമീറ്റർ ആണ്. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ തുടങ്ങിയ സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താപനില കുറയുന്നതിന് കാരണം ക്രമമായ താപനഷ്ട നിരക്ക് എന്ന പ്രതിഭാസമാണ്. മനസ്സിലായില്ലേ? ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം ട്രോപ്പോസ്ഫിയറാണ്. കാറ്റ്, മഴ, മഞ്ഞ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ ഇവിടെയാണ് കാണപ്പെടുന്നത്. അന്തരീക്ഷ വായുവിൻ്റെ ഭൂരിഭാഗവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 10 മീറ്റർ ഉയരത്തിലും 1 മില്ലിബാർ എന്ന തോതിൽ മർദ്ദം കുറഞ്ഞു വരുന്നു. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന മേഖലയാണ് ട്രോപ്പോപാസ്, അതായത് സംക്രമണ മേഖല. ട്രോപ്പോപാസിലൂടെയുള്ള വായുപ്രവാഹമാണ് ജെറ്റ് പ്രവാഹം. അന്തരീക്ഷത്തിൻ്റെ ഈ അത്ഭുത ലോകം ഇനിയും നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കൂടുതൽ അടുത്തറിയാം. പരീക്ഷ 2027 കരുതി പഠനം വൈകിപ്പിക്കരുത്. ഓരോ ചെറിയ പാഠവും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വലിയ ചുവടുവെപ്പാണ്. ആഗ്രഹിച്ച ജോലി സ്വന്തമാക്കും വരെ പരിശ്രമിക്കുക. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് നടക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും വിജയാശംസകൾ.